ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് കഥാവിശേഷനായ MD. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അദ്ദേഹം എഴുത്തിൽ വാരിക്കൂട്ടി എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ വാക്കുകളൊന്നും കിട്ടാത്ത അവസ്ഥയുമാണ്. അത്രയധികം മലയാളത്തെ സ്വാധീനിച്ച, ഓരോ വായനക്കാരനെയും സ്വാധീനിച്ച, തൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഇടങ്ങളിലൊക്കെ പേരെടുത്ത ഒരു അതുല്യ പ്രതിഭയായിരുന്നു MD വാസുദേവൻ നായർ. അദ്ദേഹം ഇന്നലെ വൈകിട്ട് 10:30 രാത്രിയോടെ 10:30 അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മാവൂർ പൊതു ശ്മശാനത്തിലാണ്. MDയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലാണുള്ളത്. ഇന്നലെ രാത്രി 10:30 MD വാസുദേവൻ നായർ വിടവാങ്ങിയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം. കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് 16-ാം തീയതി പുലർച്ചെയാണ് MDയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കുടുംബാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെയോടുള്ള ആദരസൂചകമായി ഇന്നും നാളെയും സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ചേരാനിരുന്ന മന്ത്രിസഭാ യോഗം ഉൾപ്പെടെ എല്ലാ പരിപാടികളും റദ്ദാക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് വായിക്കാം. മലയാള സാഹിത്യത്തെ ലോക സാഹിത്യത്തിൻ്റെ നെറുകയിൽ എത്തിച്ച പ്രതിഭയെയാണ് MDയുടെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കേരളത്തിന് പൊതുവിലും മലയാള സാഹിത്യ ലോകത്തിന് സവിശേഷമായും നികത്താനാകാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ, സാംസ്കാരിക നായകൻ എന്നിങ്ങനെ എഴുത്തിൻ്റെയും സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും മേഖലയിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു MD വാസുദേവൻ നായർ. കേരളീയ ജീവിതത്തിൻ്റെ സൗന്ദര്യവും സങ്കീർണതയുമായിരുന്നു തൻ്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം പകർന്നു വച്ചത്. വള്ളുവനാടൻ നാട്ടുജീവിത സംസ്കാരത്തിൽ വേരുറപ്പിച്ചു നിന്നാണ് ലോകത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് അദ്ദേഹം ഉയർന്നത്. ഇങ്ങനെ മലയാളികളുടെ വ്യക്തി മനസ്സിനെ മുതൽ കേരളക്കരയാകെ സമൂഹ മനസ്സിന് വരെ തൻ്റെ എഴുത്തുകളിലൂടെ MD അടയാളപ്പെടുത്തി. അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ ഒരാളുമില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഈ കാലവും കടന്നു പോകുമ്പോൾ ഒരു മഞ്ഞുതുള്ളി പോലെ നമ്മുടെ മുന്നിൽ നിന്ന് മായുമ്പോൾ അദ്ദേഹത്തിന് പകരം വയ്ക്കാൻ മറ്റാരുമില്ല. രണ്ടാമതൊരു ഊഴം കൂടി നൽകാതെയാണ് അദ്ദേഹം പോയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പകരം ആര് എന്നുള്ള ചോദ്യത്തിന് ആ ഒരു സ്ഥാനം ഒഴിഞ്ഞു തന്നെ കിടക്കും, പ്രത്യേകിച്ച് മലയാള സാഹിത്യ മേഖലയിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന് ഹൃദയാഞ്ജലി അർപ്പിക്കുകയാണ്. ആ അക്ഷരകുലപതിക്ക്, ആ എഴുത്തിൻ്റെ പെരുന്തച്ഛന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ, ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം, ആദരാഞ്ജലികൾ NTVയുടെ കുടുംബാംഗങ്ങളുടെ വക, NTVയുടെ പ്രേക്ഷകരുടെ വകയായി ഞങ്ങൾ എല്ലാവിധത്തിലുമുള്ള ഹൃദയാഞ്ജലി അർപ്പിക്കുകയാണ്.